ഈ ഗബ്രി എന്ത് തേങ്ങയാണ് എപ്പിസോഡിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? നീ കട്ട് തിന്നത് നിന്റെ വയറ്റിൽ പിടിക്കുമോ എന്ന് നോക്കാമടാ റോക്കി. പിന്നെ എന്താണ് നീ കൊള്ളക്കാരൻ, ഞാൻ കള്ളൻ, ബലം പ്രയോഗിച്ചെടുക്കുന്നവൻ കൊള്ളക്കാരൻ, ബലം പ്രയോഗിക്കാതെ എടുക്കുന്നവൻ കള്ളനോ? എന്തോന്ന് ലോജിക്കാണ് ഗബ്രി മോനെ ഇത്? ഈ രണ്ട് വാക്കുകളും ഗബ്രി കണ്ടുപിടിച്ചതുപോലെയാണ് ഗബ്രി സംസാരിക്കുന്നത്. പിന്നെ റോക്കി എന്ത് കട്ടു എന്നാണ് ഇവർ ഈ പറയുന്നത്. കുറെ പഴം എടുത്തിരുന്നു, അത് എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത് ലൈവില്. ഈ പറയുന്ന ഗബ്രി വരെ ഒരെണ്ണം മേടിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു, ജാസ്മിനും കഴിക്കുന്നത് കണ്ടിരുന്നു. അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഇവരിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് റോക്കിയോട് ആരും ഇതേപോലെ കട്ട് തിന്നു എന്ന രീതിയിൽ എന്തോ പറയുന്നു. അത് കക്കലായിരുന്നില്ല, എടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തു എന്ന് റോക്കി പറയുന്നു. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം എന്ന് പറയുന്നു. അപ്പം ഗബ്രി പ്രൊവോക്കായിട്ട് ഈ പറഞ്ഞ പിച്ചും പെയ്യും എല്ലാം കൂടെ പറയുന്നു. റോക്കിയും പ്രൊവോക്ക് ആവുന്നു, ഒരു തെറിവാക്ക് ഉപയോഗിക്കുന്നു. ഡാഷ് മോനെ നിന്റെ കവാലക്കുറ്റി അടിച്ച് പൊട്ടിക്കും എന്ന് റോക്കി പറയുന്നു ഗബ്രിയുടെ അടുത്ത്. അപ്പൊ ഗബ്രി വീണ്ടും നീ കുറെ ആയല്ലോ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്, ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ് നീ ഒന്ന് കവാലക്കുറ്റി അടിച്ച് പൊട്ടിച്ച് കാണിച്ചു തന്നെ എന്ന് പറയുന്നു പ്രൊവോക്കായിട്ട്. ഇത് നടക്കുന്നത് രാവിലത്തെ ജാസ്മിനുമായിട്ടുള്ള ആ ഒരു തർക്കത്തിന് ശേഷമായതുകൊണ്ട് തന്നെ റോക്കി അത്യാവശ്യം നല്ല രീതിയിൽ ട്രിഗേർഡായി നിൽക്കുകയായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് ഇതേപോലൊരു പ്രൊവോക്കേഷൻ വരുന്നത്. അതിന് തക്കതായ ഒരു മറുപടി റോക്കി കൊടുക്കുകയായിരുന്നു. ലൈവിലെ ഇത് ഞാൻ കണ്ടിരുന്നില്ല, എപ്പിസോഡിലാണ് കാണാൻ ഇടയായത്. പക്ഷെ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു തർക്കത്തിലും ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുള്ളതിൽ എല്ലാത്തിലും ഗബ്രിയുടെ പേരുണ്ട്. ഗബ്രി ഒന്നെങ്കിൽ ഫുഡിന്റെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കും, അല്ലെങ്കിൽ ഫുഡിന്റെ പേര് പറഞ്ഞ് അപമാനിക്കും. ഫുഡ് കട്ടെടുത്തു, പെർമിഷൻ ഇല്ലാതെ എടുത്തു എന്ന് പറഞ്ഞ് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കും. എനിക്ക് തോന്നുന്ന ഒരു പ്രതിവിധി ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറയാം. ഗബ്രി ജോസ് എന്ന കണ്ടസ്റ്റന്റിന്റെ വായിക്കകത്ത് ബിഗ് ബോസ് ഉടനെ തന്നെ 1 കിലോ പഴുത്ത ഏത്തയ്ക്ക, 1/2 ലിറ്ററിന്റെ സ്ട്രോബെറി ഐസ്ക്രീം, അതേപോലെ 1 ലിറ്ററിന്റെ ഒരു പാല്, ഇതെല്ലാം കൂടെ അണ്ണാക്കി തിരികെ കൊടുക്കേണ്ടതാണ്. കാരണം ഫുഡ് കിട്ടാത്ത ഒരു റിമോട്ട് സ്ഥലത്തു നിന്നാണ് ഗബ്രി ജോസ് വരുന്നത്. അതാണ് ഫുഡിന്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരുടെ മെക്കിട്ട് ഇതേപോലെ കയറുന്നത്. ഇതെല്ലാം കൂടി അണ്ണാക്കി തിരികെ കൊടുത്ത് മേലാൻ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കൊടുക്കണം. വേണ്ടി വന്നാൽ ഇനിയും 1 ലിറ്ററിന്റെ ചോക്ലേറ്റ് ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചു തരാം, അതും എന്റെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്, എന്റെ റിക്വസ്റ്റ് ആണ്. ഫുഡിന്റെ പേര് പറഞ്ഞുള്ള ഗബ്രിയുടെ പള്ളു പറച്ചിൽ കേട്ട് മടുത്തു ബിഗ് ബോസെ, മടുത്തു.